യുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ പ്രത്യേക അതിഥി പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ തിരുവോണവേളയിൽ ഇന്നത്തെ ഈ പ്രത്യേക അതിഥി പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഷൊർണൂരിലെ പ്രശസ്തമായ മയിൽവാഹനം കുടുംബത്തിലെ ചെമ്മരിക്കാട്ടെ ശ്രീമതി ഗീത എബ്രഹാമാണ്. സാമൂഹ്യ സേവന രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി ഗീത എബ്രഹാം പ്രത്യേക അതിഥിയായി ഈ ഓണനാളുകളിൽ നമ്മോടൊപ്പം വിശേഷം പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും അതിഥിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകർക്ക് മുന്നിൽ ഗീതാന്റി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഈ സന്തോഷത്തില് തിരുവോണത്തെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കേണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് തിരുവോണത്തിൽ തന്നെ പ്രകൃതിയും മനുഷ്യരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ ഈ തിരുവോണ മുഹൂർത്തത്തില് ഗീതാന്റിക്ക് തിരുവോണത്തെ കുറിച്ച് സുന്ദരമായ ഒരനുഭവം. നല്ല അനുഭവമാണ്. എന്റെ ചെറുപ്പത്തില് ഇതുപോലല്ലോ, ഈ കാലാവസ്ഥയൊന്നും അല്ല. കർക്കിടക മാസം അങ്ങോട്ട് മഴ തിമിർത്തു പെയ്ത് അത് കഴിഞ്ഞാൽ പൊന്നിഞ്ചിങ്ങ മാസം പിറന്ന് നല്ല ചെടികളൊക്കെ നല്ല പൂക്കളായിട്ട് നിൽക്കുകയും അങ്ങനെ ഞങ്ങളുടെ ഓണം ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ പുസ്തകമൊക്കെ അവിടെ വലിച്ചിട്ടിട്ട് പിന്നെ ഓടിക്കളിയായി. നമ്മുടെ വീടിന്റെ ചുറ്റിനും ഒത്തിരി ഹിന്ദുസ് ഉണ്ട്. അത് കാരണം തിരുവാതിര കളി, അവരുടെ തുമ്പി തുള്ളല്, പിന്നെന്തോ വേറെ പല കളികളുണ്ട്. അവിടെ ഭയങ്കര ഓണത്തിന്റെ വലിയ ഫെസ്റ്റിവലാണ്. ആലപ്പുഴത്തെ ഓർമ്മ. അതുപോലെ നേരെ മുമ്പില് ഈ SNDPയുടെ വലിയ അമ്പലമുണ്ട്, മുല്ലയ്ക്കൽ. ഭയങ്കര ഹേമോ അവിടുത്തെ. മുല്ലക്ക ക്ഷേത്രം നമ്മുടെ അടുത്ത വാർഡില്. ഇത് എൻ്റെ വീടിന്റെ നേരെ മുമ്പിൽ നോക്കിയ ഈ കിടങ്ങാമ്പ്ര അമ്പലം SNDPയുടെ അമ്പലമാണ്. നേരെ വീടിന്റെ പുറത്തിറങ്ങി നിന്നാ നോക്കുന്നത് കാണുന്നത്. അപ്പം മുഴുവൻ അവിടെ മുഴുവൻ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ പൂക്കള ഇടുന്നതും, എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പൂക്കൾ. അപ്പോൾ അതെല്ലാം പറിക്കാൻ പിള്ളേർ കോട്ടയായിട്ട് വരും. അതെല്ലാം പറിച്ചുകൊണ്ട് പോയി ഇങ്ങനെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഇടണം പൂക്കളം. അപ്പം ഞാനും ഒരു പൂക്കളമൊക്കെ ഇടും. അങ്ങനെ പിള്ളേരുമായിട്ട് അവിടെയുള്ള പിള്ളേരും ഒക്കെ ആയിട്ട് കളിക്കുകയും. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ഭയങ്കര, അത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, പട്ടം പറപ്പിക്കൽ. അയ്യോ, അത് ഞങ്ങൾ കടപ്പുറത്ത് പോയിട്ട് ആലപ്പുഴ പട്ടം പറപ്പിക്കലാണ് ഓണത്തിന് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. ഭയങ്കര വിനോദം പട്ടം പറപ്പിക്കൽ. അത് ഇവിടെ ഇല്ല. അവിടെ നല്ല പട്ടങ്ങൾ കിട്ടും, നല്ല ഇത് വർക്ക് ചെയ്തിട്ട്. ഞാൻ ഉള്ളതുകൊണ്ട് നല്ല രസമായിട്ട് പോയിട്ട് കടലിന്റെ അവിടെ നിന്ന് പട്ടം പറപ്പിക്കും. പിന്നത്തത് ഞാൻ ഊഞ്ഞാല്, എല്ലാ വീട്ടിലും ഊഞ്ഞാല്. അതൊരു മസ്റ്റാണ്, ഊഞ്ഞാലാട്ടം. ആദ്യം ഞങ്ങൾ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വീട്ടിൽ ഊഞ്ഞാല് തൂങ്ങി കഴിയും. കാരണം പിന്നെ എല്ലാവരും ഊഞ്ഞാലൊക്കെ പലതരം ഇതായിട്ട് കാണിക്കുക, അതിൽ അഭ്യാസങ്ങൾ കാണിക്കുക. അതൊരു രസം. എല്ലാ വീട്ടിലും ഊഞ്ഞാല് കാണും. അങ്ങനെ ഒരു പാട്ടും എന്ത് രസമൊക്കെ. നമുക്കൊരു നല്ല കാഴ്ച എപ്പോഴും, നല്ല പൂക്കളും ആ തുമ്പപ്പൂവും അങ്ങനത്തെ എല്ലാം. പിന്നെ ഇഷ്ടം പോലെ പൂക്കളും എന്നാ ഭംഗിയാ അല്ലേ ആ ഒരു സമയം എന്ന് പറയുമ്പോ. പഞ്ഞക്കർക്കിടകം മാറി നെല്ലറകളൊക്കെ നിറച്ചായി. അപ്പൊ അതിനൊരു സമൃദ്ധിയുടെ ഒരു ഓണം, പൊന്നോണമായിരുന്നു. ആലപ്പുഴ കായലും തോടൊക്കെ, കായല്, തോട്, കടല്. ഒരു സൈഡിൽ കായല്, ഒരു സൈഡിൽ തോട്, ഒരു സൈഡിൽ കടല്. അങ്ങനെ ഒരു സെറ്റപ്പാ. അതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇത് നല്ലൊരു രസമായിട്ടുള്ളൊരു ഓണം. ആ ഒരു ഓണത്തിൽ ഇവിടെ ഡിഫറൻസ് ആണ്. വള്ളുവനാടൻ ഓണം ക്വൈറ്റ് ഡിഫറൻറ്റ്. ഇവിടെ തിരുവാതിര കളി അതൊരു പ്രധാനം. പിന്നെ ഓണപ്പൊട്ടനും അങ്ങനത്തെ ഒക്കെ കുറച്ച് പേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ പറയുന്നു ഇവരുടെ വേറൊരു ഡിഫറൻസ്, നമ്മുടെ സൈഡിൽ വേറെ ഡിഫറൻസ്. മേ ബി ആ ഒരു വെതറിന്റെയും അങ്ങനത്തെ ഒക്കെ. ഇവിടെ കടലൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഭാരതപ്പുഴയിലൊക്കെ പട്ടം പറപ്പിക്കാം. അതല്ലേ, ഞാൻ എവിടെ പോയാലും പട്ടം പിടിക്കും. എനിക്കിപ്പോഴും പട്ടം പറപ്പിക്കും. ആലപ്പുഴ പോയാൽ ഞാൻ പട്ടം പറപ്പിക്കും. കാരണം അവിടെയൊക്കെ എപ്പോഴും വിൽക്കാറുണ്ട് കടലിന്റെ അവിടെ. അപ്പൊ ഞങ്ങളൊക്കെ മേടിച്ച് പിള്ളേരും അവിടെ ഒത്തിരി പിള്ളേരും കാണും, അവരുടെ കൂടെ കളിക്കും. നമുക്കതൊരു രസമാണ്. ആലപ്പുഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 48 വർഷമായി വള്ളുവനാടൻ എൻട്രൻസിൽ ഇവിടെ വന്ന് കയറി. ടോട്ടലി ഡിഫറെന്റ്. ഭാരതപ്പുഴ തീരത്തേക്കുള്ള ഭാരതപ്പുഴ നല്ല അറേബ്യൻ സീസ്, ആലപ്പുഴ, അതുപോലെ വേമ്പനാട്ട് കായൽ, ഞങ്ങളുടെ വള്ളംകളി അവിടുത്തെ ആ ഓണസമയത്തെ വള്ളംകളി ഭയങ്കരമല്ലേ. എല്ലാ
എല്ലായിടത്തും ആറന്മുള അങ്ങനെ ഭയങ്കര വായ്പാട്ട് വള്ളംകളി. നെഹ്റു ട്രോഫി എന്റെ അപ്പനാണ് അതിന്റെ എല്ലാ 52 വർഷം പുള്ളിയായിരുന്നു സ്റ്റാർട്ടർ. എന്തോ നമ്മുടെ ഇന്ദിരാഗാന്ധിക്കൊക്കെ വള്ളത്തെ കയറണം, ജയിച്ച വള്ളത്തെ കയറണം എന്ന് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞ് ബഹളമായിരുന്നു. സെക്യൂരിറ്റി പറ്റത്തില്ല, ഇവരെ വള്ളത്തിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ എന്റെ അപ്പൻ അവരെ കൈക്ക് കൊണ്ട് പിടിച്ചിട്ട് അവിടെ കയറ്റി. അല്ല, ഇന്ന് നെഹ്റു ട്രോഫി കാണാൻ കോയമ്പത്തൂർന്നൊക്കെ ആൾക്കാർ ആലപ്പുഴ ഏറ്റവും വലിയ ടൂറിസം മാറി. ഇപ്പൊ അവിടെ ഇങ്ങനെ വള്ള ഹൗസ് ബോട്ട്സുകൾ ഇഷ്ടം പോലെ അങ്ങനെ അങ്ങനത്തെ ഒരു കൾച്ചറായി കഴിഞ്ഞു അവിടെ. അപ്പോഴേ ഇത് മാറിയിട്ട് ഇപ്പോഴും ആലപ്പുഴക്കുള്ള യാത്ര കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ പോയി അവിടെ ആലപ്പുഴയില് നമ്മുടെ വീടും അവിടെ കായലോരവും കടലും ഒക്കെ ഒന്ന് കാണാതെ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഒന്ന് അവിടെ പോയാൽ അവിടെ മണ്ണിലിരിക്കും, ആ മണ്ണൊന്ന് വാരിക്കളിക്കണം. അതൊരു വലിയ വീക്ക്നെസ് ആയിരിക്കും. അവിടെ ചെന്ന് ആ മണ്ണിലിരിക്കും, എന്നിട്ട് ഇങ്ങനെ മണ്ണെടുത്ത് ഇങ്ങനെ കളിക്കും. അയ്യോ അവിടെ ഒത്തിരി ഇങ്ങനെ വിൽക്കാൻ സാധനങ്ങളുണ്ട്, ഇങ്ങനെ പറക്കുന്നതും ഒക്കെ. ആ പിള്ളേരൊക്കെ കാണിക്കുമ്പോ ഞാനും അത് പോയി മേടിക്കും. അല്ല, ഇങ്ങനെ രസമാണ്, ഇങ്ങനെ ഊതി ഇങ്ങനെ പോകുന്ന സാധനങ്ങളും ഒരു തമാശ. ഇപ്പോഴും ആലപ്പുഴയിലെ കാറ്റും കടലും കയറും ഒന്നും മറന്നിട്ടില്ല. ആ വഴികൾ അയ്യോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എത്രയോ വർഷമായിട്ട് നമ്മളവിടെ ജീവിച്ചു. എന്റെ പേരൻസ് അവിടെ ജീവിച്ചു. എന്റെ അമ്മയുടെ വീട്ടുകാരും ആ സൈഡിൽ വന്ന് ബിസിനസ് ചെയ്ത് അവരും അവിടെ ജീവിച്ചായിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. എന്റെ അപ്പന്റെ അപ്പനും ബിസിനസ്സായിട്ട് വന്നു ആലപ്പുഴയ്ക്ക്. അങ്ങനെ ഈ ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടിയുടെ അവര് എല്ലാരും ആലപ്പുഴ വാസ് ദ മെയിൻ ടൗൺ, വെനീസ് ഓഫ് ദി ഈസ്റ്റ്. കളക്ടറും SP എല്ലാം അവിടെ അല്ലേ. അപ്പൊ എല്ലാ നാട്ടിൻപുറത്തുള്ളവർക്കെല്ലാം ആലപ്പുഴ വന്നേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഹോൾട്ട് ആയിരുന്നു, എല്ലാം പ്രധാനപ്പെട്ട ഒരു ഹോൾട്ടായിരുന്നു. അത് കാരണം നമുക്ക് ഒത്തിരി പേരുമായിട്ട് പരിചയപ്പെട്ടു, ഒത്തിരി പേരെ കണ്ടും കേട്ടും വളർന്ന. കാരണം എന്റെ പേരൻസ് നല്ലോണം എന്റർടൈൻ ചെയ്യും. അപ്പൊ അവർക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് ആൾക്കാരെ റിസീവ് ചെയ്യാൻ. അതുകൊണ്ട് ആർക്കും ഒന്നും പറയത്തില്ല, നേരെയും കയറി വരുത്തേ ഉള്ളൂ. നമ്മുടെ പെർമിഷൻ ഒന്നും പേടിക്കില്ല. പലപ്പോഴും ചിലപ്പോ പ്രേക്ഷകർക്ക് ഗീതാഞ്ജലിന് ഷൊർണൂരിന്റെ ഒരു പ്രതീകം, ഒരു പര്യായമാണ് നമ്മുടെ മൽവാൻ ഗ്രൂപ്പ്, ഗീതാഞ്ജലി ചെമ്മരിക്കാട്. ഷൊർണൂരിന്റെ പ്രശസ്തിയില് റെയിൽവേ, ഇരുമ്പ് വ്യവസായം കഴിഞ്ഞാൽ മൽവാന കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഒരു കാരണവത്തി എങ്കിലും അല്ല. പക്ഷെ എനിക്കിവിടെ വന്നിട്ട് ആദ്യം എനിക്ക് ഇച്ചിരി ഒരു പ്രയാസമായിരുന്നു. കാരണം ഇവിടെ ഉള്ളവരൊന്നും അധികം മിങ്കിൾ ചെയ്യുന്നില്ല. നമ്പൂതിരീസോ അങ്ങനെയൊക്കെ ഉള്ളവര് അധികം നമ്മളോട് അങ്ങോട്ട് അടുക്കത്തില്ല. പിന്നെ ഇവരും ഒന്നും അധികം അങ്ങോട്ട് ഇറങ്ങി പോകുന്നവരല്ല. ഞാനിവിടെ ഒന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരൊക്കെ ആയിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പായി. എല്ലാവരുടെ വീടുകളിൽ കയറും, വർത്താനം പറയും. സോ അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് വേറൊരാളായിട്ടേ തോന്നുന്നില്ല, ഞങ്ങളുടെ ഒരാളായിട്ട് തോന്നി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഡോക്ടർ KPM മേനോൻ പറയുന്നത്. KPM മേനോൻ പറയും, കുട്ടികളെ നിങ്ങക്ക് നാണയില്ല, ദേ ഗീത നടക്കുന്നത് കേട്ടോ, ഗീത നായന്മാരെക്കാളും ഭയങ്കരമായിട്ടോ ഗീത നടക്കുന്നത്, നിങ്ങളെന്തെങ്കിലൊക്കെ ഗീത കണ്ടോടി എന്ന് പറയും. ഡോക്ടർക്കൊക്കെ എന്നെ ഭയങ്കര ജീവനായിരുന്നു. അപ്പൊ അങ്ങനെ ആയി. പിന്നെ ഞാൻ ഒറ്റപ്പാലത്ത് ഫ്രണ്ട്ഷിപ്പായി. പിന്നെ KR നാരായൺ അപ്പത്തേക്ക് എത്തി, 84 KR നാരായൺ എത്തി. പിന്നെ പറയണ്ട 3 ഇലക്ഷൻ ആപ്പാടെ രംഗം മാറി. KR നാരായണന്റെ കട ഒത്തിരി രാഷ്ട്രപതിയായിരിക്കും ഞാൻ ഗസ്റ്റായിട്ട് പോയി താമസിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നിടത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴൊക്കെ അങ്കിളെ വരടേ, ഇവിടെ ഫംഗ്ഷൻ വരടേ എന്ന് പറഞ്ഞാൽ വരുമായിരുന്നു. അതിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു, അത് ഷുവറാണ്. അദ്ദേഹത്തിന്റെ ഭയങ്കര. പിന്നെ അദ്ദേഹത്തിന്റെ ഉഷാധാരണമായിട്ട് ഞാൻ വലിയ അടുപ്പമായിരുന്നു. അപ്പൊ ഇവിടെ അവർ ശരിക്കും ഒരു സുഖമായിട്ട് ജീവിച്ചത് നമ്മളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട്. കാരണം ഇവിടെ ഇണങ്ങിച്ചേർന്നു. നാരായണൻ അങ്കിളിന് തന്നെ കോട്ടയക്കാരനല്ലേ, ഉഴവൂരായോണ്ട് നമ്മളുടെ ആ ഇതൊക്കെ അറിയാം. അപ്പൊ പുള്ളിക്ക് ഇവിടെ വരുമ്പം ആ നാടൻ ഫുഡ് കിട്ടുമെന്നുള്ളൊരു സന്തോഷം. അതുകൊണ്ട് പുള്ളി എല്ലാരെയും ഇങ്ങോട്ട് കൊണ്ടുവരും, വാ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് വരും. അങ്ങനെ വളരെ ഫ്രീ ആയി. അതുകൊണ്ട് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ഒക്കെ പോയതാ. നമ്മള് അവിടെ ഡൽഹി പോയതാ. ഒത്തിരി നമുക്ക് മിനിസ്റ്റർ ആയപ്പോ പോയി, സയൻസ് ആൻഡ് ടെക്നോളജി. അങ്ങനെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് കിട്ടി. ത്രൂ ഹിം ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് കിട്ടി.
ഇപ്പോൾ നമ്മൾ ഓണത്തിന്റെ ഒരു രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട്, ഇപ്പോൾ ഓണത്തിന്റെ ഏറ്റവും ഒരുപാട് ഓണാഘോഷത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഓൺ ഉൾപ്പെടെ എന്തൊക്കെയായിരുന്നു ശരിക്കും ആ ഓണപരിപാടികളുടെ? ഓണപരിപാടികൾ ഇപ്പൊ ഞാനിപ്പോ റോട്ടറിയിൽ അല്ല മഹിളാ സഭായത്തിൽ തന്നെ ആയിരുന്നപ്പം ഞങ്ങൾ ഓണത്തിന് ഭയങ്കര എല്ലാവരും കൂടെ കൂടി തിരുവാതിര കളിക്കുക, അതുപോലെ പിള്ളേരും ഒക്കെ ആയിട്ട് ഞാൻ വീണ പഠിക്കുമായിരുന്നു. അപ്പൊ വീണ പെർഫോമൻസ് ചെയ്യും. ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും ഞാനത് പുറത്തിറക്കി. എല്ലാവരും ആക്റ്റീവായി, എല്ലാവരും പല ഡ്രസ്സുകൾ ഇട്ട് വരിക. അങ്ങനെ അവർക്ക് ആ ഷൈനസേ മാറി. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കുമ്പാരന്മാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അവർക്ക് ഓണത്തിന് ബോണസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും പ്രൊമോട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കൾച്ചർ നല്ല മനുഷ്യരാണ്, അതാ ഞാൻ പറയുന്നത്. നമുക്ക് നല്ലോണം ഇണങ്ങാൻ പറ്റും. അവർക്ക് അങ്ങനത്തെ വേറൊരു ചിന്താഗതിയില്ല. എല്ലാവരും ഒന്നാന്നുള്ളൊരു ഫീലിങ്. ഇപ്പം എനിക്ക് എവിടെ പോയാലും ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലാരും അതുപോലാണ് നമ്മളെ കാണുന്നത്. നമ്മളൊരു വേറൊരു ആളാന്നുള്ളൊരു ചിന്ത ആർക്കും ഇല്ല. അകൽച്ച ഒന്നുമില്ല. അയ്യോ വേറെ സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരാളാ, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല കേട്ടോ. എല്ലാരും ഭയങ്കര കാര്യമാണ്. റോട്ടറി ക്ലബിലൂടെ ഏതാണ്ട് ഒത്തിരി 15 വർഷമായി. അതെ, ഇപ്പൊ ഈ ഓണക്കാലത്ത് നമ്മൾ കിറ്റ് വിതരണം നടത്തി. പിന്നെ സെറ്റ് ഫുഡൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുത്തു. ഇപ്പോഴും അല്ലേ ഒരുപാട് സാധാരണക്കാരുടെ ഇടയിൽ ഒത്തിരി നമുക്ക് അവിടെ 300 കിറ്റൊന്നും ഇറ്റ്സ് നോട്ട് ഈസി ഇതൊക്കെ കൊടുക്കാനായിട്ട്. എല്ലാരും അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് സഹകരണം കൊണ്ടാണ് എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേരുടെ ആ ഒരു സ്നേഹബന്ധം കിട്ടുന്നുണ്ട്. കാരണം ഓണക്കാലത്ത് സ്വാതന്ത്ര്യ സ്പർശം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ ആളുകളെ ഒത്തിരി അലട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് വന്ന് ചോദിക്കാൻ നമുക്കൊരു സ്വാതന്ത്ര്യം നൽകാൻ നമുക്ക് സാധിക്കും. ഓണത്തിന് പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ അല്ലേ ഓണം. ഇവിടെ ആർക്കും എല്ലാവരും ദേശീയ ഉത്സവമാണ്. അപ്പൊ ആ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും അപ്പോഴാണ് ഒരു ബോണസ് കിട്ടുന്നത്. പല ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വേണം, എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ. അപ്പൊ അതൊക്കെ നൽകാനും എന്റെ ആശ്രിതർ കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ എല്ലാ വർഷവും കൊടുക്കും. ഞാൻ കുത്താമ്പള്ളിയിൽ നിന്ന് വരുത്തി അവർക്ക് കൊടുക്കും. അപ്പൊ അതൊന്നും ഞാൻ മുടക്കത്തില്ല, ദൈവസഹായ ചിന്തയെ വരെ മുടക്കിയിട്ടില്ല. അപ്പൊ അത് കൊടുക്കാൻ പറ്റും. അത് മേടിച്ചു കൊണ്ടുപോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. അവരുടെ പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് നല്ലതാണ് ജീവിക്കുന്നത്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അതെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാരും ഒന്നല്ലേ. ദൈവം എല്ലാരും ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് എല്ലാരും അവരവരുടെ ഇതുപോലെ ജീവിക്കുന്നു അല്ലേ. എന്നും പറഞ്ഞു വേറെ കൃത്യമൊന്നുമില്ല അതിനകത്ത്. ഏതായാലും നമ്മള് റോട്ടറി ക്ലബിന്റെ സേവനങ്ങളിലൂടെയാണ് പോയത്. അയ്യോ, റോട്ടറി ക്ലബ് ഒരുപാട് വീട് ഭവന നിർമ്മാണം ഇപ്പം ആദ്യം 13 എണ്ണം ഫ്രീ ആയിട്ട് മുഴുവൻ ചെയ്തു കൊടുത്തു. ഇപ്പം 12 എണ്ണം കഴിഞ്ഞു, വേറെ 12 എണ്ണം. ഇപ്പൊ വേറെ 12 എണ്ണം ഓൺ കൺസ്ട്രക്ഷൻ അല്ലേ. നമ്മള് 2 ജില്ലയിലായിട്ടാണ്, പാലക്കാട് വീടുമായിട്ട്. ഇപ്പൊ 24 വീട് 12 എണ്ണം കഴിഞ്ഞു, അടുത്ത 12 എണ്ണം ഓൺ ദ വർക്ക് ഇങ്ങനെ കഴിയാൻ പോകുന്നു. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കത്തോളം ഈതാൻഡി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ സ്വാധീനം നമ്മുടെ ഒരുപാട് സമൂഹത്തിലെ കുറച്ച് റോട്ടറി കൂടെ എനിക്ക് കുറെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അവർക്കറിയാം ഞാനും ഒത്തിരി സേവനം ചെയ്യുന്നതാണ്. സോ അവർക്ക് നമ്മുടെ മെന്റാലിറ്റി അറിയാലോ. അപ്പൊ ആർക്കും തരാനൊരു മടിയില്ല. എന്തെങ്കിലും തരാൻ അവർക്ക് ചെയ്യേണ്ടത് നമ്മളിൽ കൂടെ റൂട്ട് ചെയ്യും. സന്തോഷം. അവർക്ക് അർഹിക്കുന്നവർക്ക് എത്തും. പിന്നെ അത് ചെയ്യുന്നതിന്റെ എല്ലാ പണം അവർക്ക് വിട്ടുകൊടുക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ആരും അതിനകത്തൊരു ഇതില്ല. നമ്മൾ സേവനം ചെയ്യുന്നു, അതിലെല്ലാവർക്കും എന്താ കുഴപ്പമില്ല. നമുക്ക് റോട്ടറി കൂടെ ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി, ഒത്തിരി കണക്ഷൻ കിട്ടി, ഒത്തിരി സേവനം ചെയ്യാൻ പറ്റി. ഈ പാലിയേറ്റീവ് വാൻ ഇപ്പോൾ 2 സ്ഥലത്ത് ഓടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷം. അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയും ഞങ്ങൾ ടച്ച് ചെയ്തു. കിടപ്പ് രോഗികളെ എല്ലാം, കിടപ്പ് രോഗികൾക്കൊക്കെ നമ്മൾ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ആദിവാസി ഗ്രൂപ്പിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോ ഡിസ്ട്രിക്ട് ചെയർ വിമൻ എംപവർമെന്റ് റോട്ടറി ക്ലബിന്റെ ഡിസ്ട്രിക്ട് ചെയർ. അപ്പൊ ഹോൾ ഡിസ്ട്രിക്ട്. അപ്പൊ അവർക്ക് തുന്നൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ഒരു മോട്ടർ വെച്ച ഒരു തുന്നൽ മിഷ്യൻ വേണമെന്ന് പറഞ്ഞു. വേറൊരു ആൾ വഴിയെ എനിക്ക് റിക്വസ്റ്റ് വന്നത്. അപ്പൊ ആദിവാസി അഗളിയിലാണ്, ഒറ്റപ്പാടിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ പറഞ്ഞു എന്നാ ഞങ്ങളുടെ ഗവർണർ ഡിസംബർ 2 വരിക. അപ്പം
നിങ്ങൾ വന്ന അവിടെ വെച്ച് തരാം. അങ്ങനെ അത് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ പാലക്കാട് ഇന്നാളിരുന്ന കളക്ടർ പറഞ്ഞിട്ട് ഒരു മുച്ചക്ര വാഹനം ഒരാൾക്ക് അഗളിയിലുള്ള ഒരാൾക്ക്, അഗളിയൊക്കെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലല്ലേ. അപ്പൊ കളക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ റോട്ടറിക്കാരൊന്നും ചെയ്യാൻ. അങ്ങനെ കഴിഞ്ഞ വർഷം മുച്ചക്ര വാഹനം കൊടുത്തു. അങ്ങനെ ഞാൻ പറയാം കുറച്ച് ഡിസ്ട്രിക്ട് ലെവൽ വിട്ടുപോകുന്നു. അവിടെ റോട്ടറി ഉണ്ട്, പക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് എവിടെന്നെങ്കിലും ഗീതാന്റി ഒപ്പിക്കുമെന്ന് പറയുന്നത്. ഗീതാന്റി ഒരു വലിയ പ്രചോദനമാണ്, ഒരു പ്രചോദനമാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ. സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല, പുരുഷന്മാർക്ക് പോലും ഒരു വലിയ ഒരു ഊർജ്ജമാണ്. അതെ, ഞാൻ എവിടെ ചെന്നാലും ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യും. അതുകൊണ്ടപ്പോ എല്ലാവർക്കും ഒരു ഇതാണ് ഈ ചിരിയൊക്കെ ഉത്ഭവിക്കുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയുടെ. അവര് പറയും എങ്ങനെയെങ്കിലും ചിരിക്കാൻ പറ്റും. അതെ, ചിലർ എന്റെ ഫോൺ വിളിക്കാറുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നത് ആ ചിരി കേൾക്കാൻ. അതെ, ഈ 70-ലെത്തിയ ചിരിയാണത്. ഈ ചിരിയാണോ നമ്മുടെ നിത്യജീവനത്തിന്? ശരിയാ, എനിക്ക് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അത് നമ്മുടെ ആരോഗ്യത്തിനും ആയുസൊക്കെ നല്ലതാണെന്നാണ് ചിരി, ഔഷധമാണെന്നല്ലേ. അതെ 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 ശരിയാ. അതെനിക്ക് തോന്നുന്നു എന്റെ അമ്മയ്ക്കും ഉണ്ട് ആ സ്വഭാവം. ജോക്സ് ഒക്കെ കേട്ട ഭയങ്കര ചിരിയാ. അതുപോലെ എന്റെ സിസ്റ്റേഴ്സ് ഞങ്ങളെ കൂടിയ ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാരും പറയും അയ്യോ ഇവര് 3 പേരും കൂടിയ ഒരു രക്ഷയില്ലല്ലോ. ഈ തുറന്ന് ചിരിക്കാൻ കഴിയുന്നത് മനസ്സിന്റെ നിഷ്കളങ്കത, നമ്മുടെ ഒരു ലാളിത്യം, ഇതല്ലേ അല്ലേ? ഒരുപാട് അഹങ്കരിക്കാവുന്ന ഒരു കുടുംബത്തില് ഒരു സ്ഥാനത്തിരുന്നിട്ടും ഗീതാന്റിക്ക് അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലാളിത്യമാണ് എന്റെ കിരീടം, അലങ്കാരം എന്ന് സമൂഹത്തെ പറയാതെ പറയുന്ന. അയ്യോ തീർച്ചയായിട്ടും. അയ്യോ നമ്മളാരാണ്? നമ്മളാരുമല്ല. ഇത് എന്താണ് ഇത് നമ്മുടെ ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ഇറ്റ്? എല്ലാരും മനുഷ്യരല്ലേ. ഞാനതാ പറയുന്നത്. ഈ ചിന്ത എവിടുന്ന് വായിച്ചെടുത്താണോ അതോ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കണ്ടത്? ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ തന്നെ എപ്പോഴും എന്നോട് അപ്പച്ചനൊക്കെ പറയുവേ നമ്മുടെ പണിക്കാരുടെ മക്കൾ നന്നാകണം, അവരും ഉയർച്ചയിൽ വരണം. അതുകൊണ്ട് എപ്പോഴും കണ്ടക്ടറോടും ഡ്രൈവറോടും ഒക്കെ പറയും മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് ഇപ്പൊ എന്താണ് ഒരു കൂട്ടായ്മയിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ മക്കള് എഞ്ചിനീയറുണ്ട്, ഡോക്ടറുണ്ട്, ടീച്ചറുണ്ട്, എല്ലാവരും പിടുത്തക്കാരൻ. അതെ, മയിൽവാഹനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ റോഡുകളിലൂടെ ഓടിയുന്ന 100-ൽ പരം ബസ്സുകൾ, ബസ് വ്യവസായം കേരളത്തിന് KSRTC കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ് വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ബസ് ഉണ്ടായിരുന്ന ഒരു കുടുംബം. എന്ത് ഗീതാന്റി ശരിക്കും എന്താണ് നമ്മൾ ബസ് വ്യവസായം ദൈവമേ നമുക്ക് ഇത്രയും വർഷം കൊണ്ടുനടക്കാൻ പറ്റി. അത് തന്നെ ഒരു എത്രയോ പേര് ഈ ബസ് വ്യവസായത്തിലേക്ക് വന്നു. ബട്ട് സ്റ്റിൽ ബിക്കോസ് ഓഫ് KSRTC ചുമ്മാ അനാവശ്യമായിട്ട് നമ്മളാണ് ശരിക്കും മണ്ണാർക്കാട് അഗളിയൊക്കെ വഴി വെട്ടി ആനക്കട്ടി വരെ പോയിരുന്നു. ആനക്കട്ടിയൊന്നും ആരും റോഡ് പോലും ഇല്ല. അന്ന് നമ്മുടെ ബസ് 8 എണ്ണം ആണ് ഓടുക. അങ്ങനെ കണ്ണിക്കണ്ട റോഡുകളിൽ കൂടെ ഒക്കെ അധ്വാനിച്ച് ശരിക്കും എന്റെ അമ്മായിപ്പന്റെ ബ്രദേഴ്സും ഒക്കെ അധ്വാനിച്ചവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അവര് പിന്നെ ഈ ഇത് മാത്രമല്ല അത് ഡൈവേഴ്സിഫൈ കമ്പനി എസ്റ്റേറ്റും അങ്ങനെയൊക്കെ അങ്ങ് ഡൈവേഴ്സിഫൈ അല്ല ഒന്നേ പിടിച്ച് തൂങ്ങിയില്ല. എന്നാ അവരൊന്നും അത്ര വലിയ പഠിത്തക്കാരും അല്ല, പക്ഷെ അവർക്കെല്ലാം നല്ല ദൂരക്കാഴ്ച. അപ്പച്ചൻ മരിക്കുമ്പോ 92 years ആണ്. അതായത് അപ്പച്ചനും അന്നിരുന്ന് വല്ല തട്ടിയിരിക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പൊ ഞാൻ എന്താ ആലോചിക്കും, അല്ല നമുക്ക് അത് മേടിക്കണം. ഞാൻ പറഞ്ഞു ഏത് മേടിക്കണം? അല്ല നമുക്ക് ആ ഇൻഡസ്ട്രി കൂടെ മേടിച്ചാൽ ഞാൻ പറഞ്ഞു പണമുണ്ടോ? ഇല്ല, പക്ഷെ നമുക്ക് മേടിക്കാം. അങ്ങനത്തെ മുന്നേറണം. ആവേശം 92 yearsലും പുള്ളിക്ക് എന്തെങ്കിലും പുതിയത് മേടിക്കണം. ഞാൻ വരുമ്പോ 6 ബസ്സേ ഉള്ളൂ. ഞാൻ ഇവിടെ വിഹിതം കഴിഞ്ഞു. അപ്പൊ തന്നെ അവരുടെ അപ്പന്മാര് തമ്മിൽ വിഹിതം കഴിഞ്ഞു. 6 ബസ്സേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണത്തിന് ഒരു ബസ് കൂടെ മേടിക്കാൻ ഇവിടുത്തെ മാനേജർ പോയിരിക്കുക. അത്രേ ആയിട്ടുള്ളൂ. അതീന്ന് നമ്മൾ 60 ബസ്സിലേക്ക് എത്തി. അത് കൂട്ടായ്മ കേട്ടോ, കൂട്ടായ്മ. ഇവര് ബ്രദേഴ്സ് തമ്മിൽ നല്ല ഒരു റാപ്പോർട്ട്. മയിൽവാഹനം ഗ്രൂപ്പ് എന്നുള്ള പേര് തന്നെ മയിൽവാഹനം ഗ്രൂപ്പിൽ തന്നെ അത് അവര് എന്റെ ഹസ്ബൻഡും അവർ ബ്രദേഴ്സും ഒത്തൊരുമിച്ച് നിന്ന് അവര് പമ്പും എല്ലാം മാറി മാറി. അപ്പൊ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴല്ലേ നമുക്ക് ഒത്തിരി ഡൈവേഴ്സിഫൈ തിങ്ക് ചെയ്യാൻ പറ്റും. അല്ല ഒരാള് തന്നെ. നമുക്ക് 4 ബസ്, ഒരനിയന് 2 ബസ്. ബസ് വീണ്ടും മയിൽവാഹനം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ
കൊണ്ടുവരാം, പക്ഷെ നമ്മുടെ പിള്ളേരൊന്നും ഇപ്പൊ ഇവിടെ ടേക്കപ്പ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇതിനകത്ത് വളർന്നവരാ. അപ്പൊ അവരുടെ അത്രയും ഒരു ലൈക്ക് മൈൻഡഡ് അല്ല ഇപ്പോഴത്തെ പിള്ളേർ. നമ്മളൊക്കെ എന്തും താന്ന് ചെയ്യും. ഇപ്പൊ എന്റെ ഒരു പണിക്കാരന് എന്തോ ഒന്ന് പറഞ്ഞു, അപ്പൊ അത് എന്റെ പേരിലുള്ള ബസ്. അപ്പം അത് ആ കുട്ടി അവിടെ പോയി കംപ്ലൈന്റ് ചെയ്തു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അത് എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞു, പിന്നെ മാഡത്തിന്റെ ബസ്സില് കണ്ടക്ടർ അത്ര നല്ലതല്ല, എന്നോട് മിസ്ബിഹേവ് ചെയ്തു. ഞാൻ ഉടനെ തന്നെ അവനെ വിളിച്ചു, ഇത് ശരിയാണ് ഉടനെ പറഞ്ഞ് എന്നെയും ചീത്ത പറഞ്ഞു. അപ്പൊ ഞാനെന്ത് ചീത്ത പറഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ മോനെ വെറുതെ പെണ്ണുങ്ങളെ ഒന്നും ചീത്ത പറയാൻ നിൽക്കരുത് കേട്ടോ, മൈൻഡ് ചെയ്യണ്ട, ലീവ് ദം. ഉടനെ ആ കുട്ടി ഞാൻ പറഞ്ഞു, ഉടനെ എന്നെ വിളിച്ച് ഞാൻ ക്ഷമ പറഞ്ഞു കേട്ടോ, കുട്ടി ഇങ്ങനെ ഒന്നും ഉണ്ടായി, ശരിയാണ്, ഞാൻ അവനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മോളൊന്നും വിചാരിക്കണ്ടാണ്. ആ കുട്ടി ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ആ കുറെ ആൾക്കാരുമായിട്ട്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു, നിങ്ങളുടെ വണ്ടിയാണോ ഇത്? ഞാൻ പറഞ്ഞു എന്റെ വണ്ടി. അല്ല ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ട്. ഞാൻ പറഞ്ഞ കംപ്ലൈന്റിൽ ഞാൻ ഉടനെ ആക്ഷൻ എടുത്താണല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ വന്ന്? അല്ല ആ കുട്ടി ഇവിടെ വന്ന് ഇപ്പോണ്ട് ഇവനെ പണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പണിക്കാരൻ അവളോട് ക്ഷമ പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയത്തില്ല, അങ്ങനെ കുട്ടിക്ക് ക്ഷമ വേണമെങ്കിൽ ഞാൻ വന്ന് പറയാം, എന്റെ പണിക്കാരൻ നിങ്ങളോട് ക്ഷമ പറയില്ല. പോലീസുകാരെ പറയാം, അയ്യോ വരണ്ടേ, ദൈവം ഇങ്ങോട്ട് വരണ്ട. ഞാൻ എന്റെ പണിക്കാരൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു ശരി അവൻ തെറ്റ് ചെയ്ത് കാണും, ബട്ട് ഞാൻ എന്റെ പണിക്കാരനെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്തില്ല, ഞാൻ വന്ന് ക്ഷമ പറയും. ഇനി ഒരു പ്രശ്നവും ഇല്ല. വലിയൊരു മാതൃകയാണ് ഇവിടെ. തീർച്ചയായിട്ടും ഞങ്ങള് ഞങ്ങളുടെ പണിക്കാരുടെ കൂടെ നിൽക്കുള്ളൂ. അഭിമാനം പിന്നെ അവരെ നമുക്ക് വേണ്ടിട്ടല്ലേ ജോലി ചെയ്ത്. തെറ്റ് കാണിക്കും, ആരാണെങ്കിലും തെറ്റ് കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോനെ ഇനി സേവ് ചെയ്ത് ഭയങ്കര അപകടം പിടിച്ചൊരു കാലഘട്ടത്തിലൂടെ ആ കാലഘട്ടത്തിൽ കൂടെ പോകുന്നു, ഒന്നും അവരെ ഒന്നും പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ ഓ ഇല്ല വച്ചമ്പേ ഞാനിനി ഒന്നും പറയത്തില്ല, അവര് മതിയായി. അവൻ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്. ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് KSRTCക്ക് രക്ഷപ്പെടുത്താൻ ഗീതാന്റിക്ക് വല്ലതും നിർദ്ദേശിക്കാൻ നമുക്ക് ഉത്തര വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, പക്ഷെ അവര് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ ഇന്റർവ്യൂ അനുരാജ് മിനിസ്റ്റർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരാൻ പറയാം. MD-യോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷെ MD അപ്പൊ രാജിവെച്ചു. അത് ആലപ്പുഴക്കാരനാണ്, ഇങ്ങേരുടെ മോനായിരുന്നു ബിജു പ്രഭാകർ. ആലപ്പുഴക്കാരനല്ലേ പ്രഭാകർ. അപ്പൊ ഞാൻ വേറെ എന്റെ ഒരു ഫ്രണ്ടിനോട് പറയാം, ബിജു പ്രഭാകരനോട് ഇങ്ങോട്ട് വരാൻ പറയാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഗീതാഞ്ജലിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പില് നമ്മുടെ പഴയ DGP B സന്ധ്യ, അവർ എഴുത്തുകാരി കൂടിയാണ്, ആലപ്പുഴക്കാരിയാണ്. ഇപ്പോഴത്തെ നിലവിൽ പാലക്കാട് കളക്ടർ ഡോക്ടർ ചിത്ര KR നാരായണന്റെ വൈഫ് ഉഷാ നാരായണൻ, അത് പറയുമ്പോ ബാംഗ്ലൂരിൽ ഇപ്പൊ അടുത്ത ദിവസം നടന്നൊരു ഗ്ലോബൽ മീറ്റ് എന്നെ വിളിക്കാൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ അവരോട് എന്തിനാ വിളിക്കുന്നത്? അവർ പറയാ മാഡം ഇവിടെ വന്നാല് മാഡത്തിന് ഞങ്ങൾ ഇതിന്റെ അംബാസിഡർ ആക്കാം, കാരണം മാഡത്തിന്റെ വർത്താനത്തിന് എല്ലാരും വീട്. ലോകം മുഴുവൻ നടക്കാം, അവർക്കെല്ലാം എന്നോട് പറയാം റോട്ടറി വിട്, ഞങ്ങൾ എടുത്തോളാം. അത് വലിയ അനുഭവമായിരുന്നു അല്ലേ? ഭയങ്കര ഒത്തിരി പേരെ മീറ്റ് ചെയ്യും. അവര് മിസൈൽ വുമൺ അവരായിട്ട് ഇന്ററാക്ഷൻ ഒക്കെ നല്ല രസമായിരുന്നു. എന്തായിരുന്നു എനിക്ക് അവരുടെ സ്വാധീനം? അവരുടെ സ്വാധീനം അവര് പറയുന്നത് ഞങ്ങൾ അകത്ത് എന്ന് പറയുമ്പോ ഞങ്ങളുടെ വേറെ ടോട്ടലി ഡിഫറെന്റ് ലൈഫാ. സയന്റിസ്റ്റ് എന്നേ ഉള്ളൂ അകത്ത് വിളിക്കത്തുള്ളൂ, അവർക്ക് ടോട്ടലി പുറത്തുമായിട്ട് ഒരു ബന്ധമില്ല. വൺസ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവര് വേറെ ലോകത്താണ്. ഭയങ്കരമായിട്ട് ഞാൻ അവരുടെ വീട്ടിലും അവരുടെ ആ സ്ഥലത്തൊക്കെ നമ്മൾക്ക് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ബാംഗ്ലൂർ പോയി അവരുടെ വീടും അവരുടെ അകത്തൊക്കെ ഒന്ന് പതുക്കെ കയറി കണ്ടു. അപ്പൊ നമുക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പൊ വേറെ ടോട്ടലി ഡിഫറെന്റ്. അവര് പറയുന്നത് ഇപ്പൊ സ്ത്രീയെന്നോ നമ്മളിങ്ങനെ പേരൊന്നും വിളിക്കത്തില്ല, തമ്മിൽ സയന്റിസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ബിഹേവിയറും അങ്ങനെ അവർ കംപ്ലീറ്റ് വേറുള്ളൂ. കാരണം അവരുടെ തലച്ചോറിരിക്കുന്നതൊക്കെ ഇന്ത്യയുടെ രഹസ്യങ്ങളാണ്, മഹാരഹസ്യങ്ങളാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ വേണം. ഒന്ന് ആലോചിച്ച് ഇവിടുന്ന് വിട്ട സാധനം അവിടുന്ന് ഇറക്കുന്നത് എന്തോ ഒരു ഭയങ്കര. നമുക്ക് ഈ സന്ദർഭത്തിൽ തന്നെ ചന്ദ്രയാന്റെ നേട്ടത്തെ ഭയങ്കര നേട്ടമായി പോയില്ലേ. ഇന്ത്യക്ക് അത് അവിടെ കൊണ്ട് ഇറക്കാൻ വേറെ ഒരു ധ്രുവ അവിടെ വേറൊരു സൈഡിലാണ് കൊണ്ടിറക്കിയത്. പക്ഷെ പറയുന്നുണ്ട് അവിടെ ഒന്നും ഇല്ലാതെ പറയും. പക്ഷെ ആ മറ്റേയാളെ
ഇന്റർവ്യൂ ചെയ്തപ്പോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇനി എർത്തും പോവും എല്ലാം പോവും, ഇനി വേറെ 3 ഗ്രഹം എത്രയോ ലൈറ്റ് ഇയേഴ്സ് യാത്ര ചെയ്താല് നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു കുടുംബം ഇവിടുന്ന് പോയി കോളനി സൃഷ്ടിക്കണം. ഗോളാന്തര യാത്ര നടത്തി യാത്രയേ ഉള്ളൂ. ഇതെല്ലാം പോവും. അതെ, ഭൂമിയിലെ ജീവിതം ദുഷ്കരമാണ്. ക്ലൈമറ്റ് മഴ പെയ്യേണ്ട സമയത്ത് പെയ്യത്തില്ല. 35 ഡിഗ്രി ചൂട് നിൽക്കുന്നു എല്ലായിടത്തും. ഭയങ്കര കാലാവസ്ഥ. പിന്നെ എല്ലാം പൊട്ടി പുറപ്പെടുന്നു, പൊട്ടി തെറിക്കുന്നു. മനുഷ്യർ തമ്മിൽ തന്നെ ഒരുപാട് ഒരു ബന്ധ സ്നേഹമില്ല. ഞാൻ നോക്കുന്നത് പിള്ളേര് തമ്മിലോ അല്ലെങ്കിൽ ഒരു എൽഡേഴ്സിനോട് ഒരു ബഹുമാനമില്ല. അവർക്കൊന്നും കേൾക്കുകയും വേണ്ട, നമ്മുടെ അഡ്വൈസ് ഇഷ്ടമല്ല. അവര് വേറെ ഒരു യുഗത്തിലായിട്ടാണ്. അവര് പറയുന്നത് നിങ്ങളൊക്കെ ഓൾഡാണ്, ഞങ്ങൾ ന്യൂ ജനറേഷനാണ്. അപ്പൊ അവർക്ക് വേറെ നമ്മളുമായിട്ടുള്ള വർത്താനവും താല്പര്യമില്ല. നിങ്ങളൊക്കെ പഴയ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരവരുടേതായ ലോകത്തിൽ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഗീത തുള്ളി നടക്കണം. അതെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധമില്ല. ഇന്ന് ആരോ എന്നോട് ഇങ്ങനെ വർത്താനം പറയുന്നപ്പോ കേട്ടു. അവരൊന്നും കാണുന്നുമില്ല. പിന്നെ ഭക്ഷണത്തിന് വേണ്ടി താഴോട്ട് വരുമ്പോ ഉള്ളൂ എന്തെങ്കിലും ഫോൺ ചെയ്ത് അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങോട്ടൊരു കൂട്ടായ്മ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാം ബന്ധം മുതൽക്ക് അതെ, അയൽബന്ധവും ഇല്ല. അതെ, ആരും ഒരു വീട്ടിലോട്ട് കയറി പോത്തില്ല. ഈ ആ ഒരു സന്ദർഭത്തിലാണ് ഗീതാഞ്ജലിയുടെ ഒക്കെ സേവനങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുക. തോളോട് ഞാൻ പറയാം, ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ എനിക്ക് തോന്നുന്നു ഷൊർണൂർ മിക്ക സ്ഥലത്തേക്കും ഞാൻ പോയിട്ടുണ്ട്. അവരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. എല്ലായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി എല്ലാവരെയും കാണാനും എടുക്കാനും ഒക്കെ സാധിച്ചതില്. അങ്ങനല്ലേ നമ്മൾ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നു. ഗീതാഞ്ജലിയിൽ ഒരു കലാകാരി ഉണ്ടോ? വീണയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഡാൻസിന് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു. ഞങ്ങള് യൂണിവേഴ്സിറ്റി ലെവലിൽ ട്രിവാൻഡ്രത്ത് പോയി ചെയ്തിട്ട് സമ്മാനം കോളേജിന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് മോഹിനിയാട്ടം, ഞാൻ കലാമണ്ഡലത്തിൽ പോയി ലീലാമ ടീച്ചർ മോഹിനിയാട്ടം പഠിച്ചു. അത് ഞാൻ നൃത്തമണ്ഡപത്തിലും ചെയ്തു. ഇപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രാക്ടീസ് ചെയ്തതില്ല. എന്തായാലും പ്രായം ഒരു തടസ്സമല്ലല്ലോ. കഴിഞ്ഞ വർഷം വരെ ഞാൻ എവിടെങ്കിലും പോകുമ്പോ അതൊക്കെ ചെയ്യും. ഒരു വേദിയില് അങ്ങനെ ഒരു നർത്തകിയായിട്ട് വീണ്ടും ഒരു അരങ്ങേറ്റം നടത്തുന്നുണ്ടോ? അതിന്റെ ഒരു വീണ്ടും ചിലങ്ക അണിയണം. കാരണം ചിരിച്ചിലങ്ക നമ്മുടെ മുഖത്തുണ്ട്. കാലിലൊരു കൈ ആക്ഷനും വരും, കണ്ടും പോവും, എല്ലാം പോവും. മുദ്രകളും അല്ലേ? മുദ്രകളൊന്നും മറന്നിട്ടില്ല. അപ്പൊ ഒരു ചോടും മറന്നിട്ടുണ്ടാവില്ല. ചോടും മറന്നിട്ടൊന്നുമില്ല. അപ്പൊ വീണ്ടും എന്തായാലും ഗീതാഞ്ജലിന്റെ ഏതൊരു വേദിയില് ഷൊർണൂരില് ഒരു നർത്തകിയായിട്ട് കാണട്ടെ. മാത്രല്ല ഒരു സിനിമ ഗീതാഞ്ജലിനെ മാടി വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആലപ്പുഴയിലെ ഒരു കുഞ്ചാക്കോ അല്ലെ? അന്ന് ഒരുപക്ഷെ ആ വിളി കേട്ടിരുന്നെങ്കിൽ അന്ന് ഒരു സിനിമ നടിയായി മാറിയിരുന്നു. പക്ഷെ ഞങ്ങളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഒട്ടും ഇഷ്ടമല്ല. അവര് പറയും അങ്ങനത്തെ ഒരു കാര്യം. പ്രേംനസീർ, കെ.ആർ. വിജയനൊക്കെ അടുത്ത് കണ്ട അടുത്ത് കണ്ടതുകൊണ്ട് പ്രേംനസീറും ഒക്കെ അവരാണ് പറഞ്ഞത് എന്നെ വിളിക്കാൻ. എനിക്കറിയാം, എനിക്ക് അപ്പൊ തോന്നി അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ അവരോട്. അപ്പൊ അവര് പിറ്റേ ദിവസം അവിടെ വന്നു. പിറ്റേ ദിവസം എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയും എല്ലാരുമായിട്ട് അവിടെ വന്നു. എന്നപ്പോ പറയാ ഇല്ല, എന്റെ പേരൻസ് ഒട്ടും ഇഷ്ടമല്ല, അവര് അങ്ങനത്തെ ആൾക്കാരല്ല. അല്ല, ഒരു ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കാളാ, ഒരു സീൻ കളിച്ചാൽ മതി, ഒരു സീൻ കളിച്ചാൽ മതി. ഇല്ല സിനിമ ഇപ്പൊ ഒന്ന് വിളിച്ചാലോ? ഇപ്പൊ ഗീതാഞ്ജലിയിലൊരു നടി ഉണ്ട്, വളരെ സൗന്ദര്യം തികഞ്ഞ ഒരു ഉത്തമ നടി ഉണ്ടെന്ന് മലയാള സിനിമ കണ്ടെത്തി വിളിച്ചാൽ പോവോ? അതെ, കാരണം ഇപ്പോഴും അവരുടെയൊക്കെ ഞാൻ മകനെ കണ്ടായിരുന്നു, കുഞ്ചാക്കോ ബോബനെ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിന്റെ അപ്പനുമായിട്ട് ബോബനുമായിട്ടാ കളിക്കാൻ എന്നെ വിളിച്ചത്. അതെ, ശരി. എന്തായാലും കുഞ്ചാക്കോ ബോബന്റെ തന്നെ ഒരു അമ്മയായിട്ട് ഒക്കെ ഗീതാഞ്ജലി മലയാള സിനിമയില് ഒരു വേഷത്തിലായിട്ട് ഈ ഇന്റർവ്യൂ കാണാൻ ശീർഷനും കുഞ്ചാക്കോ ബോബനെ കാണാനുള്ള അവസരം വേണ്ട, അല്ലാതെ എന്തെല്ലാം ചെയ്യാ, സിനിമ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ. അതെ അതെ. സിനിമ വിട്ടിട്ട് ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചാൽ ഉമ്മൻചാണ്ടി
നമ്മുടെ കുടുംബം ആണ്. അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായിട്ടും ദുഃഖകരമായ അല്ലെ, ഒരുപാട് വേദനിപ്പിച്ച. കാരണം ഉമ്മൻചാണ്ടിയൊക്കെ അദ്ദേഹം സാർ ഇവിടെ വന്നിട്ടുണ്ട്. ഗീതാഞ്ജലി പറഞ്ഞിട്ട് ഒരു സ്വാധീനത്തിലാണ് ഷൊർണൂർ തടയണ അല്ലെ, നമുക്ക് നടപ്പാക്കി തരാം എന്നുള്ള അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പുതുപ്പള്ളി. ഞാൻ പോയിരുന്നു. അവിടെ ചാണ്ടി ഉമ്മന്റെ വിജയം എത്രത്തോളം ഗീതാഞ്ജലി? ചാണ്ടി ഉമ്മൻ തീർച്ചയായിട്ടും ജയിക്കും, അത് എനിക്ക് ഉറപ്പുണ്ട്. എന്തൊക്കെ ആൾക്കാര് ഓരോന്ന് ലാസ്റ്റ് മൂമെന്റിൽ ഓരോന്ന് പറയുമല്ലോ, അതിനൊന്നും എനിക്കൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ളത് എനിക്ക് 100% ആണ്. അപ്പൊ നമ്മുടെ കുടുംബത്തില് MLA ചാണ്ടി ഉമ്മനിലൂടെ പിൻഗാമി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നടന്ന വഴികളിലൂടെ ചാണ്ടി ഉമ്മൻ നടക്കണം. അവന് നല്ല പഠിത്തവും ഉണ്ടല്ലോ, അവന് പഠിത്തമുണ്ട്. മിതഭാഷയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ അവൻ ഹിന്ദി അറിയാം, നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിയാം. സെന്റ് സ്റ്റീഫൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ പഠിച്ചതല്ലേ. പക്ഷെ അത് പുറത്ത് അറിയിക്കുന്നതില് അദ്ദേഹത്തിന്റെ ഒരു ബയോഡേറ്റ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഞാനത് പറയായിരുന്നു, ഇത്രയും പഠിച്ചു, ഉന്നത പഠനം. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിൽ അവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല, മറിച്ചാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അല്ല, അവനെ അറിയാം, അവന് നന്നായിട്ട് അതൊക്കെ അറിയാം. അവൻ കുറച്ചാള് ഡൽഹിയിൽ വർക്ക് ചെയ്താണ്, അങ്ങനെയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ഭാരത് ജോഡോയ്ക്കൊക്കെ കാശ്മീർ വരെ നടന്നു, ചെരുപ്പില്ലാതെ ആര് നടക്കും? കാശ്മീർ വരെ ഭയങ്കര കാലൊക്കെ ആദ്യം പൊള്ളിയിട്ട് ഒരു ദിവസം ഏതാണ്ടൊക്കെ കെട്ടിവെച്ച് ഇരിക്കുകയായിരുന്നു. എന്നിട്ടും പിന്നെ അതുപോലെ പിന്നെ അങ്ങോട്ട് മാറി. അച്ചൂമ്മനെതിരെയുള്ള സൈബർ ആക്രമണം, അയ്യോ, അത് വെറുതെ ആൾക്കാര് ഓരോ ദിവസം അവളുടെ ഇത് വെച്ച് ചെയ്യുന്നു. സോ ഷീസ് മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദാറ്റ്. ഓരോരുത്തർ ഡിസൈൻ ചെയ്തിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാ. ആ ഡ്രസ്സെല്ലാം അവര് തിരിച്ചെടുക്കും. അത് ഒരുപക്ഷെ അത് നെഗറ്റീവ് ആക്കാൻ വിചാരിച്ചത് അത് അവർക്കൊരു പോസിറ്റീവായി. ഞാൻ പറഞ്ഞ അതുകൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോളോവേഴ്സ് ആയി. അത് സമൂഹത്തിൽ ശരിയാ, മീഡിയയിലൊക്കെ അവർക്ക് ആരാധകർ കൂടി. അതാണ് വലിയ ഗുണം ചെയ്തത്. ശരിയാ. അതാണ് ആരാണ്ട് പറഞ്ഞത് 40-ാം ദിവസം ഒരു അത്ഭുതം നടക്കുന്നു. ഇത് തന്നെ അവിടെയും പുണ്യാളെ പ്രവർത്തിച്ചു. അതാണ് ഇപ്പൊ ഉണ്ടായത്. തീർച്ചയായിട്ടും നമുക്ക് അതെ. അപ്പൊ ഈ സംസാരം നമ്മള് ഉമ്മൻചാണ്ടി സാർ തന്നെ ഓർമ്മകളിലൂടെ പോയി. അയ്യോ, നല്ല ഓർമ്മകൾ. ഇത്രയും ഞാൻ പറയുന്നത് ഇത്രയും ഒരാളെ ഈ ലോകം കാണത്തില്ല. കാരണം അത്രയും അങ്ങോട്ട് താന്ന് ഇങ്ങനെ അങ്ങോട്ട് ജനങ്ങളെ സേവിച്ച ഒരു മനുഷ്യരും ഇല്ല. ഗീതാഞ്ജലി കോൺഗ്രസ്സുകാരി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും കോൺഗ്രസ്സുകാരിയാണോ അതോ കുടുംബബന്ധം വെച്ച് പറയാണോ? എന്ത് നിർബന്ധം വെച്ച് പറയാണ്? അല്ല, കുടുംബബന്ധം വെച്ചിട്ടാണോ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുന്നു പറഞ്ഞത്? ഒരു കോൺഗ്രസ്സുകാരി ഉണ്ടോ? ഞങ്ങളുടെ കുടുംബം മുഴുവൻ കോൺഗ്രസ്സുകാരൻ. ഞാൻ ചെറുപ്പത്തിലേ കണ്ടത് മുഴുവൻ അവരെയാണ്. കാരണം ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ള ലീഡേഴ്സ് എല്ലാം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ. പിന്നെ എൻ്റെ അപ്പൻ, വല്യപ്പൻ എല്ലാവരും അതിലാണ്. അതുകൊണ്ട് എനിക്ക് വേറൊരെണ്ണം മാറ്റി ചിന്തിക്കാൻ എനിക്ക് ഇല്ല. ഇടക്കാലത്ത് വേറെ എന്തെങ്കിലും ഒരു ചായവോ ഒരു ആരോപണമോ വന്നോ? അതൊക്കെ വരുമല്ലോ. പക്ഷെ ഞാൻ ആരെയും പിടക്കത്തില്ല. എന്തിനാ നമുക്ക് അങ്ങനെ ഒരു ഇങ്ങനാണ്, അയ്യോ ഞാൻ അങ്ങനത്തെ ആണ്. പക്ഷെ നമ്മുടെ ബ്ലഡിലുണ്ടല്ലോ നമ്മളെല്ലാരുമായിട്ട് സൗഹൃദം പുലർത്തും. പക്ഷെ നമ്മൾക്ക് എല്ലാരും വേണ്ടേ? നമുക്ക് അയ്യോ ഇന്ന ആളത്തെ പോത്തുള്ളൂ അങ്ങനെ. ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം അല്ലേ? ഗീതാ അബ്രാഹിം ഒരു രാഷ്ട്രീയക്കാരിയായി വളർന്നിരുന്നെങ്കിൽ ഇന്ന് ജനപ്രതിനിധിയോ മന്ത്രിയോ ഒക്കെ ആവേണ്ട ഒരാളായിരുന്നു. അതെ, ഞാൻ ഒരു പ്രാവശ്യം ചുമ്മാ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു എനിക്കൊരു സീറ്റ് താന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു എവിടെ വേണം? ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞു. അതെ അതെ, തമാശയിലൂടെ ഞാൻ പറഞ്ഞു എനിക്ക് സീറ്റ് വേണം. അപ്പൊ പറഞ്ഞു ശരിക്കും ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, വെറുതെ. അങ്ങനെ അതും ഒരു തമാശയിലൂടെ പോയി. പുള്ളി വിചാരിച്ചു ഞാൻ സീരിയസ് ആണ്. സിനിമ, രാഷ്ട്രീയം ഇതിലൊക്കെ ഒരു അടയാളപ്പെടുത്തേണ്ട ഒരു പേരും പേരായിരുന്നു. ഇപ്പൊ സാമൂഹ്യ സേവന രംഗത്താണ് അല്ലേ? സാമൂഹ്യ സേവനം ഞാൻ വിചാരിക്കുന്നത് അതാകുമ്പോ പിന്നെ ആർക്കും പ്രശ്നമില്ല. ഇല്ല, എല്ലാരുമായിട്ട് ഒത്തുചേർന്ന് പോകും. മനുഷ്യനെ നന്മ കൊടുക്കുക. അതെ അതെ അതാണ്. തീർച്ചയായിട്ടും ഈ ഓണനാളില് ഈ എല്ലാ നന്മകളും ചേർത്ത് വെച്ചുകൊണ്ട് മാവേലി ദൈവമേ ഒരു നല്ല കേരളം കാണട്ടെ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടെ ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, സമ്പദ് സമൃദ്ധിയോടെ എല്ലാരും ഒത്തൊരുമിച്ച്. ഞാൻ പറയുന്നത് ഇപ്പൊ ഓണം ഞങ്ങൾ റോട്ടറി ആഘോഷിച്ചു.
ഏറ്റവും കൂടുതൽ ബാക്കി ഉള്ളവരായിരുന്നു ഏറ്റവും ആഘോഷിച്ചത്. കാരണം എല്ലാവർക്കും ഒരു ഒത്തുചേരല് എല്ലാവർക്കും ഇഷ്ടം, എല്ലാ ഇതായിട്ട് ചെയ്യും. നമ്മളങ്ങനല്ലേ ഒരു പിള്ളേരെ അതുപോലെ കൊണ്ടുവരണ്ടേ, സ്നേഹബന്ധം വേണ്ടേ, അത് തണുത്തു പോകരുത്. എന്നാ പിന്നെ എല്ലാം പോയി. കുടുംബത്തിന്റെ ബന്ധം ഉറപ്പ് വേണം. അപ്പൊ എന്തായാലും ആ ഉറപ്പ് തുടരട്ടെ. ഓണനിലാവ് പോലെ ഗീതാഞ്ജിയുടെ മുഖം എന്ന് ശോഭിച്ചു നിർത്തട്ടെ. അതെ, എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്കും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഒരു സഹോദരത്തിന്റെ എല്ലാം ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾ എല്ലാരും എന്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അതുപോലെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നന്ദി, നമസ്കാരം.